വളർത്തിയ കായംകുളം രാമപുരം സ്വദേശിയെ പരിചയപ്പെടാം. ഇത് കായംകുളം രാമപുരം സ്വദേശി മാത്യു പി ജോർജ്. ഒമാനിലെ ഇന്റർനാഷണൽ എന്റർപ്രൈസസ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം തന്റെ കഠിന പ്രയത്നം കൊണ്ട് താമസ സ്ഥലം ഒരു കൃഷിത്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിലെ കാഴ്ചകളാണ് ഇനി ഒമാനിയത്തിൽ. ഞാനിവിടെ താമസമായിട്ട് 11 വർഷത്തോളമായി. ഇവിടെ ഞാൻ പലവിധ കൃഷികളും നടത്തി അതിലെല്ലാം വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു കൃഷിയോഗ്യമായ സ്ഥലമേ അല്ലായിരുന്നു. ഇവിടെ എല്ലാം വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായിരുന്നു. അത് കുറേശ്ശെ ഞാൻ വൃത്തിയാക്കി പിക്കാസ് കൊണ്ട് കിളച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഞാനിങ്ങനെ ഈ കാണുന്ന രീതിയിൽ കൃഷിയോഗ്യമാക്കി എടുത്തത്. ഇവിടെ പലവിധ രീതിയിലുള്ള പല പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്തു. അതായത് പാവല്, പടവല്, കോവല്, പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ പച്ചമുളക്, കാന്താരി, പലതരം വാഴ, ചേമ്പ്, പിന്നെ ചെറി ടൊമാറ്റോ, വലിയ സൈസ് ടൊമാറ്റോ, ഇങ്ങനെ പല ഐറ്റംസും ഞാനിവിടെ കൃഷി ചെയ്തു. പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. രാത്രി 10 മണി വരെയോളം നിന്ന് ഞാൻ ഇവിടെ എല്ലാം കിളച്ച് ഓരോ തരി കല്ലും പെറുക്കി മാറ്റി. അങ്ങനെയാണ്. പിന്നെ രാസവളമൊന്നും ഉപയോഗിക്കാറില്ല, ജൈവവളമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ആദ്യകാലത്തൊക്കെ ഞാൻ ബർക്കയിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ എനിക്ക് കിട്ടും. വളമെടുക്കുന്ന സമയത്തെല്ലാം കൂട്ടുകാർക്കെല്ലാം വീതിച്ചു കൊടുക്കും. അവരൊക്കെ വരുന്ന കാണുമ്പോൾ അവർ ഓരോന്ന് പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും മനസ്സിന്. പിന്നെ എൻ്റെ കുടുംബം അവർ ഇതിൽ ഒരുപാട് എന്നെ സഹായിക്കാറും പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. എല്ലാം കൊണ്ടും ഒരു മനസ്സിനൊരു സന്തോഷം ഇത് കാണുമ്പോൾ. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ TV തന്നെ കണ്ടുകൊണ്ടിരിക്കണം. അത് നമ്മുടെ ആരോഗ്യത്തിനും കുഴപ്പം. പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളെന്ന് പറയുമ്പോഴെല്ലാം രാസവളവും അതും ഇതൊക്കെ ചേർന്നാണ്. ഇതാകുമ്പോൾ അതൊന്നുമില്ല. തണുപ്പ് കാലമായാൽ പൊട്ടറ്റോ, സവാള, ക്യാരറ്റ് ഇത് മാത്രം മേടിച്ചാൽ മതി. ബാക്കി എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും. കീടനാശിനികളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രം ചെറിയ രീതിയിലൊന്ന് സ്പ്രേ ചെയ്യും. അതും വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ വിനോദം എവിടെ നിന്ന് കിട്ടിയതാണ്? സത്യത്തിൽ അത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങനെ ചെയ്തു തുടങ്ങിയത്. നാട്ടിലങ്ങനെ ഞാനങ്ങനെ കൃഷി ചെയ്യാറില്ല. പക്ഷെ പലരും പറയാറുണ്ട് എനിക്ക് നല്ല കൈപുണ്യമാണ്. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോഴേ എൻ്റെ ജ്യേഷ്ഠത്തിമാരുമൊക്കെ എൻ്റെ കൈകൊണ്ട് വിത്തിടാനായിട്ടൊക്കെ അവർ ചിലപ്പം കാത്തിരിക്കും. അങ്ങനെ കാരണം ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ കണ്ടിട്ടുണ്ട് എൻ്റെ ഓരോ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് കിട്ടുന്ന കൃഷി സമ്പത്ത് വിൽക്കാറുണ്ടോ? ഇല്ല, ഞാൻ വിൽക്കാറില്ല. എല്ലാം ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇതുവരെ വിറ്റിട്ടില്ല. ഇദ്ദേഹം നമുക്കൊരു മാതൃകയാണ്. ഇതേപോലൊരു കൃഷി നമ്മുടെ വീടിന് മുന്നിലും ആകാം. അടുത്തതായി ബിസ്സും. നമസ്കാരം. ബിസിനസ് ഫാമിലിയിൽ നിന്ന് തന്നെ ഒമാനിലേക്ക് ചേക്കേറി